വെൽക്കം ടു ട്രൈഡു. നമ്മൾ ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ കാണാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് വന്നു. അവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്, എന്നാൽ മുകളിലോട്ട് കാര്യമായിട്ട് പോകുന്നുമില്ല. എനിവേ നമ്മൾ ആ ഒരു ഏരിയനെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3247.012, അതുപോലെ തന്നെ 3191.099 ആണ് കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഏരിയനെയും കൂടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 3277.325, അതുപോലെ 3267.516. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഒരു പക്ഷേ ഒരു ചെറിയൊരു അപ് ട്രെൻഡ് ഇന്ന് തരാൻ സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് ഇംബാലൻസിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. കുറച്ചും കൂടിയും ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ട് ഈ ലെവൽ വരയ്ക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3310.433 ആണ്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി അനാലിസിസ് നടത്താനുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ന്യൂസുകളൊന്നും വരാത്ത ദിവസമാണ്. USDയിലൊന്നും ന്യൂസുകളൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ സപ്പോർട്ട് എടുത്തിട്ടുമുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. എനിവേ എന്തായാലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവറിന്റെ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഓരോ തവണയും കൃത്യമായി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് എടുക്കുന്ന സമയത്തൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും മുകളിൽ നല്ല രീതിയിൽ റെസിസ്റ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു FEG എന്ന് പറയുന്നത് തന്നെ വലിയൊരു റെസിസ്റ്റൻസ് ആണ്. നോക്കിയാൽ കാണാം അവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റിൽ നിന്ന് ഒരു ഏരിയ ആണ്. FEGയുടെ ഏരിയ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നല്ലൊരു FEG ഈ ഒരു ലെവലിലും കാണുന്നുണ്ട്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 3290.709, അതുപോലെ 3324.343 ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ മുകളിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3346.679, അതുപോലെ 3335.813 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചും കൂടി എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ പോലും ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെയാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത്. 50 മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് അതിന് കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത്, അതായത് വന്നതിന് ശേഷം, വരുന്ന സമയത്ത് എന്നല്ല, വന്നതിന് ശേഷം ഇപ്പൊ ഈ കണ്ട പോലെ തന്നെ നല്ലൊരു ക്യാൻഡിൽ ക്ലോഷർ താഴോട്ടേക്ക് വരികയാണ്. എക്സ്പെഷ്യലി ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല ഒരു മൊമെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 3225.342 ആണ്. അപ്പൊ ഇതിന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നല്ലൊരു സാധ്യത ഉണ്ട്, ഒരു സെല്ലിംഗ് സാധ്യത ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നതൊക്കെ ഏറെക്കുറെ ഈ ഒരു ലോ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെയും പ്രൈസ് ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ആയിരിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും. 3207.896 ആണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം, ഈ ലെവലും കൂടി ബ്രേക്ക് ചെയ്താൽ ഇവിടം വരെ എത്തും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ലോ ഉണ്ട്. ആ ലോയിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3203.380 ആണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു വീഴ്ചയ്ക്ക് നമുക്ക് സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് താഴെ
വീക്കിലി ഒരു FEG ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കാനുണ്ട്. ആ ഗ്യാപ്പ് ഫില്ലിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3178.799, അതുപോലെ 3170.428 ആണ്. ഇതാണ് വരുന്നത്. ഇനി ഇത്രയും നേരം നമ്മൾ സെല്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. സെല്ല് ഏറെക്കുറെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഇതിലാണ്. ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, സെക്കൻഡ് ഇതിന് താഴെയുള്ള ബ്ലൂ ലൈൻ, തേർഡ് പറഞ്ഞത് ഈ ലെവലിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ സെല്ലിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവിടെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ FEG ആയതുകൊണ്ട് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞൊരു ക്വിക്ക് മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റീടെസ്റ്റ് ഇവിടെ വരികയാണെങ്കിൽ ആ റീടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ബൈ എടുക്കാം. ബൈ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ഈ FEG വരെയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ, ഈ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ FEGയിലേക്ക് മാർക്കറ്റ് വന്നേക്കാം. വന്നതിന് ശേഷം ഒരു ചെറിയ രീതിയിലൊന്ന് റീടെസ്റ്റ് താഴോട്ടേക്ക് വന്നേക്കാം. ആ റീടെസ്റ്റ് വരുന്ന സമയത്ത് അവിടെ നിന്നൊരു ബൈ നോക്കാം. ബൈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് റീടെസ്റ്റ് ആണെങ്കിൽ ബൈ അവോയ്ഡ് ചെയ്യേണ്ടി വരും. കാരണം FEG എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള FEG ആണ്, ഡയയുടെ FEGയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ വലിയൊരു വീഴ്ച വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് ഈ ഒരു FEGനെ ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു FEGയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. FEGയിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ ഒരുപക്ഷെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ടൈം ഫ്രെയിമിന്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെയൊക്കെ വരാനും സാധ്യത കാണുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത വരുന്നത് ഈ ലെവലിലേക്കാണ്. അതും നമ്മൾ നേരത്തെ പ്രൈസ് നോട്ട് ചെയ്തതാണ്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ഇടയിലൊക്കെ വരുന്ന സമയത്ത് ചെറിയ ചെറിയ ടൈം ഫ്രെയിമുകളിൽ ചെറിയ ചെറിയ പുൾ ബാക്കുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയിട്ട് ചാർട്ടിൽ വരച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. എല്ലാം കൺഫർമേഷൻ എടുത്തതിന് ശേഷം എടുക്കുക. അത് നമ്മുടെ ക്ലാസ്സുകളിൽ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് കൺഫർമേഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.